സോ ദിസ് ഈസ് ദ ലാസ്റ്റ് മിനി വ്ളോഗ് അക്ബർ ഖാൻ്റെ മാരേജിൻ്റെ പരിപാടിയുടെ കേട്ടോ. അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ നമ്മുടെ ഔട്ട്ഫിറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. നൂറിൻ്റെ പാവാട മാത്രം കണ്ടത് ടോപ്പ് ആദ്യം നോക്കിയപ്പോൾ കണ്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് കുറച്ച് മണി പാവാട മാത്രം എടുത്ത് വന്ന് പണി കിട്ടിയോന്ന്. പക്ഷേ ടോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അതിൽ. പിന്നെ നമ്മളവിടെ ബാത്റൂമിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഡോർ അടയുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഈ ചേട്ടനെ വിളിച്ച് നേരാക്കിയിട്ടോ നേരായില്ല. പിന്നെ അവർ നമുക്ക് അപ്പുറത്തൊരു റൂം അലോട്ട് ചെയ്ത് തന്നിട്ടോ. അങ്ങോട്ടാണ് നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റിനെയൊക്കെ വിളിച്ചത്. അത് അത്യാവശ്യം വലിയ റൂമായിരുന്നു. പിന്നെ ആൾ വരാൻ ലേറ്റായി, കാരണം അക്ബർക്കയും പെണ്ണും തന്നെ ഇറങ്ങാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ കഴിഞ്ഞിട്ട് വേണം സ്ഥലക്കൊക്കെ ഞങ്ങളെ വന്ന് ഒരുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. പിന്നെ ചെക്കനും പെണ്ണ് ലേറ്റ് ആയതുകൊണ്ട് പിന്നെ പരിപാടി കുറച്ചുകൂടെ നീളമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ മെല്ലെ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ റെഡി ആയത്. അപ്പോൾ ആൾ അതിന് മുന്നേ നമുക്ക് ട്രാൻസിഷൻ്റെ ഒരു വീഡിയോ എടുക്കാനൊക്കെ നമ്മൾ പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വന്ന് പിന്നെ ആണ് റെഡി ആയത്. ഇവക്ക് ഹെയർ ചെയ്യാനുണ്ടായിരുന്നു കെന്നയ്ക്ക്. അങ്ങനെ ഇവരാണ് കേട്ടോ ഹെയറൊക്കെ ചെയ്ത് കൊടുത്തത്. അനു പിന്നെ ഓൾറെഡി മേക്കപ്പ് ഒക്കെ ചെയ്ത് ആൾ സെറ്റായിട്ടിരിക്കുന്നത്. എൻ്റെ പെണ്ണുമുള്ളിയുടെ മുടി അവർ കേൾ ചെയ്തപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒന്ന് പേടിച്ച് പോയി. ഇങ്ങനെയാണ് ഇവൾ പോകാൻ പോകുന്നത്, മൈക്കിൾ ജാക്സൻ്റെ അനിയത്തിയായിട്ടാണ് പോകാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് കളിയൊക്കെ ആക്കിയിട്ടോ. പക്ഷേ ഇങ്ങനെയല്ല കേട്ടോ, ആ ഒരു ഹെയർ സ്റ്റൈലിലോട്ട് എത്തുന്നതിന് മുന്നേ ഇങ്ങനെ കേൾ ചെയ്ത് ഇങ്ങനെ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അവളുടെ ഹെയർ സ്റ്റൈൽ ഭയങ്കര ഇഷ്ടമായിട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് പറയണേ. നന്നായിട്ട് അവൾക്ക് സ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഔട്ട്ഫിറ്റിനും നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു. എനിക്കെന്തോ നല്ല ഇഷ്ടമായി ഇതിൽ അവളുടെ ഓവറോൾ ലുക്ക്. എൻ്റെ പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഹെയർ സ്റ്റൈലൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് ഇവിടെ അങ്ങനെ പിന്നെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്തായാലും നമ്മൾ കല്യാണം കൂടി കുറേ നേരം ഒന്നും അവിടെ നിൽക്കാൻ പറ്റിയില്ല, നല്ല ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിരിക്കാനേയും കണ്ട് ഗിഫ്റ്റൊക്കെ കൊടുത്ത് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോകും. മാരേജിൻ്റെ ഫുൾ വ്ളോഗ് നമ്മുടെ ചാനലിൽ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. സോ എല്ലാവരും അതും കൂടെ കണ്ടിട്ട് അഭിപ്രായം നമ്മൾ ഓൾറെഡി ഡയറ്റിലായിരുന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ നമ്മളോട് ഓവർ അങ്ങനെ വേണ്ടാത്ത ഫുഡുകളൊന്നും കഴിക്കരുതെന്നാണ് ട്രെയിനർ പറഞ്ഞ് വിട്ടത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അവിടെ വേറെ കഴിക്കാനുണ്ടായിരുന്നില്ല, നമ്മൾ കഴിച്ചേ പറ്റത്തുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് നമ്മൾ